Dear students, in this video we will be discussing classification of foreign portfolio investments. We are already familiar with the concept of FPIs. That means the non-residents are investing in the financial assets of Indian companies. So let us see how foreign portfolio investments are operated in India. So for the same, we have two options. One is foreign institutional investments and the second one investments made through depository receipts and convertible bonds. The first option is foreign institutional investment. From the name itself, you can understand foreign institutional investments are made by institutional investors. That means simply they are not individuals. During the previous classes, we have discussed the categories of foreign portfolio investments. I mean the investors. We have discussed category 1 and category 2, where we can find the category 1, which includes all the institutional investors. ഇവർ ആരും തന്നെ ഇൻഡിവിജ്വൽസ് അല്ല. ചില certain institutions ആണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത്. അങ്ങനെയുള്ള കാറ്റഗറി, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ആണ് FII എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവര് ഇന്ത്യക്ക് വെളിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. പക്ഷെ ഇവര് ഇന്ത്യയുടെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ they have to register themselves with the Securities and Exchange Board of India, SEBI. സോ ഇവര് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവര് സ്ഥാപനങ്ങളായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, പുറത്ത് കൺട്രീസിലുള്ള പെൻഷൻ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ, അസറ്റ് മാനേജ്മെന്റ് കമ്പനി, നോമിനി കമ്പനീസ്, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന മാനേജിംഗ് കമ്പനീസ്, അത്തരത്തിലുള്ള കാറ്റഗറീസിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. എനിവേസ് അത്തരത്തിലുള്ള എൻറ്റിറ്റീസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ which they operate and establish beyond India, ഇന്ത്യക്ക് വെളിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോർഷൻസ് ആണ് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. only thing is they have to get themselves registered by SEBI. then അവർ ഇവിടുത്തെ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ വാറണ്ടുകളിലോ അല്ലെങ്കിൽ അതേപോലെ മറ്റേതെങ്കിലും എലിജിബിൾ സെക്യൂരിറ്റീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഇവിടുത്തെ പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഒരു ഹിസ്റ്ററി സംസാരിക്കുകയാണെങ്കിൽ 1992-ലാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം 2014-ലേക്ക് വന്നപ്പോൾ സെബി ഈ ഒരു FPIസിനെ സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തു. ആ FPIയുടെ ഉള്ളിൽ തന്നെ കുറച്ച് സബ് കാറ്റഗറീസ് വരുന്നതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ തന്നെ സബ് അക്കൗണ്ട്സ് ആയിട്ടുള്ള കാറ്റഗറീസ്. സോ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അത് സിംപ്ലി ദ കോൺസെപ്റ്റ് ഇസ്, നമ്മുടെ കൺട്രിയിൽ FPI ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഫ്യൂ ഓപ്ഷൻസിൽ ഒന്നാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ വെളിയിലുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഇതിന് പോസിബിലിറ്റി ഉള്ളത്. സോ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. The second option is to make investments by the foreign companies in India through depository receipts and foreign currency bonds as well as foreign currency convertible bonds. Depository receipts വഴിയും ഫോറിൻ കറൻസിയുടെ ബോണ്ടുകൾ വഴിയും ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതിനകത്ത് നമ്മൾ മെയിൻലി നോക്കുന്നത് ഡെപ്പോസിറ്ററി റെസീപ്റ്റുകളും അതേപോലെ കറൻസി ബോണ്ട്സ് ആൻഡ് കൺവേർട്ടബിൾ കറൻസി ബോണ്ട്സിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് we will discuss in the upcoming slides. So the first thing is depository receipts. You may be familiar with the concept depository receipts. Even though ഞാൻ ജസ്റ്റ് ഒന്ന് ആ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ക്ലാരിഫൈ ചെയ്യാം. ഞാനൊരു എക്സാമ്പിളിലൂടെ അത് പറയാം. ഇപ്പോൾ ഇൻഫോസിസ്, നമുക്കറിയാം ഇൻഫോസിസ് ഇസ് ആൻ ഇന്ത്യൻ കമ്പനി. ഇൻഫോസിസിന് US ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യണം. US ഇൻവെസ്റ്റേഴ്സിനെ അവർക്ക് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ക്ഷണിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് US ഇൻവെസ്റ്റേഴ്സിനും ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ഇൻഫോസിസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യമല്ല പറയുന്നത്, അല്ലാതെയുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം, ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നും ഡയറക്ട്ലി ഷെയർ വാങ്ങുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാരണം ഒത്തിരി നൂലാമാലകളുണ്ട്, ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് ഈസി. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു, പക്ഷെ ഇവരുടെ കേസിൽ അത് അത്ര ഈസി അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് അവർക്ക് ഈ ഡെപ്പോസിറ്ററി റെസീപ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല് ഇൻഫോസിസിന്റെ ഷെയർസ്, ഇപ്പൊ ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ദേ ഓൾസോ വോണ്ട് ടു അട്രാക്ട് US ഇൻവെസ്റ്റേഴ്സ്. സോ ഇൻഫോസിസ് അവരുടെ ഷെയർസിനെ ഇന്ത്യയിലുള്ള ഒരു ബാങ്കിൽ, അത് ഏത് ബാങ്കും ആകാം, ഈ പറഞ്ഞത് മാതിരി നമുക്ക് കസ്റ്റോഡിയൻ ആയിട്ടുള്ള, ഇൻഫോസിസിനെ ട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫോസിസിന് വേണ്ടി ഈ വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കിൽ അവര് ഷെയർസിനെ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെയാണ് കസ്റ്റോഡിയൻ ബാങ്ക് എന്ന് പറയുക. അപ്പൊ ഇന്ത്യയിലുള്ള ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതേ സമയം ടൈപ്പ് ഉള്ള US-ലുള്ള ഒരു ബാങ്ക് ഈ ഷെയർസിനെ അടിസ്ഥാനമാക്കി US-ൽ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സോ ദിസ് ഇസ് ആക്ച്വലി എ പ്രോസസ് വിച്ച് ഇസ് ഡൺ ത്രൂ ബാങ്ക്സ്. ഇത് രണ്ട് ബാങ്കുകൾ തമ്മിലാണ് ഈ പ്രോസസ്സ് നടക്കുക. അപ്പൊ അതിന്റെ അർത്ഥം ബാങ്കുകൾ തമ്മിലാകുമ്പോൾ അത് കുറെ കൂടി ട്രാൻസ്പെറൻസി ഉണ്ടാകും. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ച് ഈ ഷെയർസ് വാങ്ങാനും വിൽക്കാനും സാധിക്കും ഇഫ് ഇറ്റ് ഇസ് ഡൺ ത്രൂ ബാങ്ക്സ്. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇൻഫോസിസ് ബാങ്കിൽ കൊടുക്കുന്നത് അവരുടെ ഷെയർസ് ആയിരിക്കും, പക്ഷെ ഇതേ ഷെയർ സർട്ടിഫിക്കറ്റ് അല്ല US-ൽ ഇഷ്യൂ ചെയ്തത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്. നമ്മൾ FD ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു FDR, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് ഒക്കെ തരില്ലേ, അതേപോലെ ഒരു റെസീപ്റ്റ് ആയിരിക്കും US-ൽ ഇഷ്യൂ ചെയ്യുന്നത്. ആ റെസീപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്. അപ്പൊ US ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം US-ന്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അവർക്ക് ഈ ഡെപ്പോസിറ്ററി റെസീപ്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഇൻഫോസിസിന്റെ ഷെയർ വാങ്ങുന്നതിന് തുല്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി എ നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. സാധാരണ ഒരു ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ US-ന്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വാങ്ങാനും വിൽക്കാനും സാധിക്കും. പക്ഷെ ദിസ് ഇസ് നോട്ട് ആക്ച്വൽ ഷെയർസ് ഓഫ് ഇൻഫോസിസ്. പക്ഷെ ഇൻഫോസിസിന്റെ ഷെയറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് US-ൽ അവർക്ക് കിട്ടുന്നത്. സോ ഇതാണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണ ഷെയറിൽ കൂടെ കിട്ടുന്ന എല്ലാ റൈറ്റ്സും കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, മറ്റ് കോർപ്പറേറ്റ് ബെനിഫിറ്റുകൾ എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടില്ല അൺലെസ് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. ആ ഡെപ്പോസിറ്ററി റെസീപ്റ്റുകൾ കയ്യിൽ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ്സ് അവർക്ക് നേടാൻ സാധിക്കില്ല. അവർക്ക് അല്ലാതെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്ത് ഷെയർ ഡയറക്ട്ലി പർച്ചേസ് ചെയ്താൽ മാത്രമേ വോട്ടിംഗ് റൈറ്റ് കിട്ടുള്ളൂ. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്ററി റെസീപ്റ്റുകൾ മാനേജ് ചെയ്യുന്നത് സെബി ആണ്. അതേപോലെ RBI-യും ഫെമ ആക്ടും ഇത് റെഗുലേറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ അതേപോലെ ഇന്ത്യൻ സെക്യൂരിറ്റീസ്, ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിന് മാത്രമാണ് നമുക്ക് ഇതേപോലത്തെ DR ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിങ്ങുകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഡെപ്പോസിറ്ററി റെസീപ്റ്റുകൾ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റും സെക്കൻഡ് വൺ ഇസ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റും. ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ADR എന്ന് പറയുന്നത് പേര് പറയുന്നത് പോലെ തന്നെ ഇറ്റ് ഇസ് ട്രേഡഡ് ഇൻ US-ൽ ട്രേഡ് ചെയ്യുന്ന ഡെപ്പോസിറ്ററി റെസീപ്റ്റുകളാണ്. അതായത് ഇന്ത്യൻ കമ്പനീസ് US സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് ADR-ന്റെ രൂപത്തിൽ അവർ US-ലേക്ക് ഷെയർ വിൽക്കുന്നു. അപ്പൊ ഓർക്കുക, ദിസ് ഇസ് നോട്ട് ഷെയർസ്, ദിസ് ഇസ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്. സോ ഇന്ത്യൻ കമ്പനീസ് ഹു ആർ ലിസ്റ്റഡ് ഇൻ US they sell their shares via depository receipt. അതിനെയാണ് നമ്മൾ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലേസിലേക്ക് മാത്രം ഒതുങ്ങിയതല്ല, എല്ലാ ഇന്റർനാഷണൽ മാർക്കറ്റുകളിലും തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിലും ലെക്സംബർഗ് സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഇത് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ഹു വോണ്ട് ടു റേസ് ഫണ്ട്സ് ഫ്രം അബ്രോഡ്, എവിടെന്ന് വേണമെങ്കിലും ലോകത്തിലെ എവിടെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാം ഇവർക്ക് ഷെയർസ് സെല് ചെയ്ത് ഫണ്ട് റേസ് ചെയ്യണം എന്നാണെങ്കിൽ ദേ കെൻ ഗോ ഫോർ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്. US-ൽ മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് എന്ന് വിളിക്കുന്നത്.
We have already discussed the concept of both GDR and ADR. Once again, let's look into it. So global depository receipts means they are receipts issued abroad and listed on a foreign stock exchange. That means any foreign stock exchange. So ഇതിന്റെ purpose എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ ഫണ്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണിത്. then ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ GDRും ഇത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്നായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അത് ഏത് കസ്റ്റോഡിയൻ ബാങ്കിലാണെന്നുള്ളതും ആ GDRൽ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. then ഇതിന്റെ കൺവേർഷനും റൈറ്റ്സും പറയുകയാണെങ്കിൽ GDR ഹോൾഡർക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷെ കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുള്ളൂ. ഈ GDR മിക്കവാറും ഡോളറിലായിരിക്കും ഡിനോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതേസമയം അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് ആകുമ്പോൾ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇഷ്യൂഡ് ബൈ US ബാങ്ക്. അത് US ഡോളേഴ്സിലായിരിക്കും ഡിനോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഏതൊരു കമ്പനീസിനാണെന്നുണ്ടെങ്കിലും അവർക്ക് US സ്റ്റോക്ക് മാർക്കറ്റ് വഴി ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡെപ്പോസിറ്ററി റെസീപ്റ്റ് ആണ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്. അതിനർത്ഥം ഇത് US അല്ലാതെ മറ്റൊരു സ്ഥലത്തും ADR നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടത്തില്ല. And it allows the American investors to invest in foreign companies easily. American investors ന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്ററി റെസീപ്റ്റ് ആണിത്. then ഇതിന്റെ ഡിവിഡൻഡ് സാധാരണഗതിയിൽ US ഡോളറിലാണ് ഡിനോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിവിഡൻഡ് പോകുന്നതും US ഡോളേഴ്സിൽ തന്നെയാണ്. ആൻഡ് ഇത് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. എത്രയാണോ അണ്ടർലൈൻ ഷെയർസ് അതിനകത്തുള്ളത് അത്രയും തന്നെ ഒരു 1 ADR ഈക്വൽ ടു 10 ഷെയർസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്പനി ആണെങ്കിൽ ആ ഒരു ADR ഞാൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ 10 ഷെയർസ് ഓഫ് ദ കമ്പനി ഈസ് ഈസിലി ട്രാൻസ്ഫർ ടു അനദർ പേഴ്സൺ. ഒരു ADR യൂസ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസിന്റെ 2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ one is Infosys and the other one is ICICI Bank. When we talk about American depository receipt, we must know about there are 3 levels of ADRs issued in the US market. Level 1, level 2 and level 3. Level 1 are the basic type of ADR which is traded in the OTC over the counter market and it has very least SEC requirements. SEC എന്ന് പറയുന്നത് ഇന്ത്യയിലെ SEBI പോലെയാണ് USന്റെ മെയിൻ ഗവൺമെന്റ് ബോഡിയാണ് which controls and monitors the American stock market, the companies listed in America, investor protection. നമ്മുടെ SEBI ചെയ്യുന്ന എല്ലാ ജോലികളും US-ൽ ചെയ്യുന്ന ഗവൺമെന്റ് ബോഡിയാണ് SEC, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയും. സോ SECയുടെ ഏറ്റവും ലീസ്റ്റ് നിയമങ്ങളും റിക്വയർമെന്റ്സും ഒക്കെ ഉള്ള ഒരു കാറ്റഗറിയാണ് ലെവൽ 1 എന്ന് പറയുന്നത്. അതേപോലെ ലെവൽ 2 എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ US-ന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ NASDAQ എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതൊരു US-ലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നമ്മുടെ ഇന്ത്യയിലെ NSEയും BSE ഒക്കെ പറയുന്നത് പോലെ US-ലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അത് ഏറ്റവും വൺ ഓഫ് ദ മേജർ US സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡീലേഴ്സ് ഓട്ടോമേറ്റഡ് കൊട്ടേഷൻസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. സോ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാറ്റഗറിയാണ് ഈ പറയുന്ന ലെവൽ 2 ADR എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടെ SEC റിക്വയർമെന്റ്സ് ഉണ്ട്. ഇതിന് കുറച്ച് ഹയർ വിസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ട്രേഡിംഗ് വോളിയം, കുറച്ചധികം വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ADR ആണ് ലെവൽ 2. ആൻഡ് ലെവൽ 3 എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ലെവൽ ആണ്. ADRസിനെ US എക്സ്ചേഞ്ചിൽ പബ്ലിക് ഓഫറിംഗ് തരുന്ന IPOs ചെയ്യുന്ന ADRകളാണ് ഈ ലെവൽ 3ൽ വരുന്നത്. ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് സഹായിക്കുകയും നല്ല മാർക്കറ്റ് വിസിബിലിറ്റി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് വിസിബിലിറ്റി ഉള്ള ആളുകൾക്ക് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, എല്ലാം തന്നെ ട്രസ്റ്റ് വർത്തി ആണ്, ബട്ട് സ്റ്റിൽ വെൻ കമ്പയർഡ് വിത്ത് ഓൾ ദി ലെവൽസ് ലെവൽ 3 ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ADRന്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. Now we are clear with the concepts of both American depository receipt and global depository receipt. Now just combine them together and see the differentiation. So ADR എന്ന് പറയുന്നത് US ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ GDR എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡെപ്പോസിറ്ററി ബാങ്ക് ആണ്. ദാറ്റ് മീൻസ് എല്ലാ സ്ഥലത്തേക്കും, ഒട്ടുമിക്ക എല്ലാ ഫോറിൻ കൺട്രീസിലേക്കും ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ബാങ്ക് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ ഡെപ്പോസിറ്ററി ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ ADR ട്രേഡ് ചെയ്യുന്നത് US മാർക്കറ്റിൽ മാത്രമാണ്. പക്ഷെ GDR ഗ്ലോബലി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ US മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിന് മാത്രമാണ് ADR പ്രാധാന്യമായിട്ട് വരുള്ളൂ. പക്ഷെ GDR അങ്ങനെയല്ല. ഇറ്റ് ഇസ് റെലവെന്റ് ഫോർ കമ്പനീസ് എൻറ്ററിങ് മാർക്കറ്റ്സ് ഔട്ട്സൈഡ് US. US-ന് പുറത്തേക്ക് ഏത് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന കമ്പനീസിനും ദി ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ആർ റെലവെന്റ്.
Then capital market, when we talk about that, it is issued in the US domestic capital market, whereas GDR എന്ന് പറയുന്നത് US അല്ലാത്ത മറ്റ് യൂറോപ്യൻ ആൻഡ് ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നേരത്തെ പറഞ്ഞ നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡീലേഴ്സ് ഓട്ടോമേറ്റഡ് കൊട്ടേഷനിൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് US എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ ഈ ADRന് സാധിക്കുകയുള്ളൂ. പക്ഷേ GDR അങ്ങനെയല്ല. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലക്സംബർഗ് പോലത്തെ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ ഓറിയന്റ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ് ADR എന്ന് പറയുന്നത്. പക്ഷെ GDR കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ADR ആൻഡ് GDR. Okay, so when you hear about depository receipts, when you learn about ADR and GDR, it is clear that many people outside India can buy shares of Indian companies through depository receipts. Then just think in an opposite direction. If someone in India or Indian investors want to buy shares of companies which are established outside India or any foreign company, how they can purchase it? Or is there any depository receipt available in India? Yes, that is IDR, Indian Depository Receipts. Indian Depository Receipts allows foreign company to raise funds from Indian investors. ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് പുറത്തെ കമ്പനീസിന്റെ ഷെയർ വാങ്ങാനും നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഫോറിൻ കമ്പനീസിന് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനും സഹായിക്കുന്ന ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ് IDR എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇന്ത്യയിൽ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ കസ്റ്റഡിയൻ ബാങ്കുകളുടെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ അവരായിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ റുപ്പിയിലായിരിക്കും ഇത് ഡിനോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതിനൊരു പ്രത്യേകതകളുള്ളത് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനി ഏത് കമ്പനിയാണോ ഇന്ത്യയിൽ നിന്നും ഷെയർ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഹോം കൺട്രിയിൽ ലിസ്റ്റഡ് ആയിരിക്കണം, നല്ല പ്രോഫിറ്റ് റെക്കോർഡ് ഉണ്ടായിരിക്കണം, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടുള്ള കമ്പനീസിന് മാത്രമേ IDR ഇവിടെ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. IDRനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 50 crores ആണ് ഇതിന്റെ മിനിമം സൈസ് എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞുള്ള സൈസിൽ ഇഷ്യൂ ഇവിടെ നടത്താനായിട്ട് സാധിക്കില്ല. കുറഞ്ഞത് 50 കോടിയെങ്കിലും ഇഷ്യൂ ചെയ്താൽ മാത്രമേ IDRs ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് PLCs ആണ് ഇന്ത്യയിൽ IDR ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത്. സോ IDRs ആർ യൂഷ്വലി ട്രേഡഡ് ഇൻ ഇന്ത്യ ത്രൂ NSE ആൻഡ് BSE. നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും മികച്ച സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇവിടെ സാധാരണ റെഗുലർ ഷെയർസ് പോലെ തന്നെ IDRsകൾ ഇവിടെ ഇഷ്യൂ ചെയ്യാറുണ്ട് NSEയിലും BSEയിലും. സോ ദാറ്റ് ഇസ് all about Indian depository receipts. The last classification of foreign portfolio investments are foreign currency bonds and foreign currency convertible bonds. അതായത് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഷെയറുകളെ പറ്റിയിട്ടായിരുന്നു. ഷെയറുകൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ഡയറക്ട്ലി വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് ഷെയറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡെപ്പോസിറ്ററി റെസിപ്റ്റുകൾ വാങ്ങിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഷെയർസിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ബോൺസ്. നമുക്ക് ബോൺസിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ബോൺസ് ആർ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെ, ഒരു ലോൺ എടുക്കുന്നത് പോലെയാണ് നമ്മൾ ബോണ്ടുകൾ വാങ്ങിക്കുന്നത്. ആ ബോണ്ടിന് ഉറപ്പായിട്ടും ഇപ്പൊ ഒരു കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കുകയാണ്. അവര് തിരിച്ച് ആഫ്റ്റർ എ സർട്ടൺ ടൈം പീരിയഡ് ദ കമ്പനി ഹാസ് ടു റീപേ ദ പ്രിൻസിപ്പൽ അമൗണ്ട് അലോങ് വിത്ത് ആൻ ഇൻട്രസ്റ്റ്. ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റില് നമുക്ക് ബോണ്ടുകൾ അവർ തിരിച്ച് നമുക്ക് റെഡീം ചെയ്ത് തരേണ്ടി വരും. സോ ഈ ബോണ്ടുകൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഫോറിൻ തലത്തിൽ നടത്തുമ്പോഴാണ് നമ്മൾ ഫോറിൻ കറൻസി ബോണ്ടുകൾ അല്ലെങ്കിൽ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് എന്ന് വിളിക്കുക. അപ്പൊ ഈ രണ്ട് ടൈപ്പിനും ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരാൾ കൺവേർട്ടബിൾ ആണ്, ഒരാൾ കൺവേർട്ടബിൾ അല്ല. കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബോണ്ടിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് കൺവേർട്ടബിൾ ബോണ്ട്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് ഫോറിൻ കറൻസി ബോണ്ട്സ് എന്ന് വിളിക്കുക. സോ സിംപ്ലി
both these things are issued by Indian companies in foreign currencies. Foreign currency Indian companies issue ചെയ്യുന്നതാണ്. So that അവർക്ക് പുറത്തുനിന്നുള്ള വെളിയിലുള്ള കമ്പനീസിൽ നിന്നും ബോണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ബോണ്ടുകൾ they are issued in currencies other than the issuing company's domestic currency. ഇപ്പൊ ഇന്ത്യൻ കമ്പനി ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇന്ത്യൻ റുപ്പിയിൽ അത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അവർ ഏത് കൺട്രിയിലേക്കാണോ ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ആ കൺട്രിയുടെ കറൻസിയിലായിരിക്കും അവർക്ക് അത് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അത് ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 5 വർഷം 10 വർഷം അല്ലെങ്കിൽ 2 വർഷം അങ്ങനെയൊക്കെ പറയുന്ന പല പീരീഡുകളിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. പൊതുവെ ലോങ് ടേം ആയിരിക്കും, 10 to 12 years വരെയൊക്കെയാണ് ഇതിനകത്തൊരു പീരീഡ് വരുന്നത്. അപ്പൊ എനിവേസ് ആഫ്റ്റർ ദിസ് പെർട്ടിക്കുലർ ടൈം പീരീഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഇത് ഫോറിൻ കറൻസിയിൽ പേ ചെയ്യണം വിത്ത് ഇൻട്രസ്റ്റ്. ഇപ്പൊ സപ്പോസ് ഇറ്റ് ഇസ് ഇഷ്യൂഡ് ഇൻ $, ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഇൻ $. അത് ആ സമയത്ത് ഏത് വിലയാണ് ഉള്ളത് ആ ടൈമില് $ൽ തന്നെ അത് പേ ചെയ്യേണ്ടി വരും along with interest. അപ്പൊ തുടക്കത്തിലേ തന്നെ ഇപ്പൊ ഒരു 10% ഇൻട്രസ്റ്റ്, 12% ഇൻട്രസ്റ്റ്, 15% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഇൻട്രസ്റ്റോട് കൂടിയാണ് ഇത് പേ ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു we have convertible bonds and non-convertible bonds. ഇപ്പൊ convertible means it can be converted into shares. സോ ഇതിനകത്ത് കൺവേർട്ടബിൾ ബോണ്ട്സ് ഇക്വിറ്റി ഷെയർസിലേക്ക് മാറ്റാം, പക്ഷെ വാങ്ങിച്ച ഉടനെ ഒന്നും മാറ്റാൻ പറ്റില്ല. ഒരു സർട്ടൻ പീരീഡിന് ശേഷം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. യൂഷ്വലി ഒരു 1 to 2 years ആയിരിക്കും ലോക്ക് ഇൻ പീരീഡ് വരുന്നത്. ലോക്ക് ഇൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ 1 to 2 years ലോക്ക് ഇൻ പീരീഡിന് ശേഷം മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്കിത് മെച്യൂരിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനും പറ്റും. ഇനിയിപ്പോ കൺവേർട്ട് ചെയ്യുന്നില്ലെങ്കിലും നമുക്കത് മെച്യൂരിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. യൂഷ്വലി 10 മുതൽ 12 വർഷം വരെയാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് വരുന്നത്. സോ ഇത് ഇനിയിപ്പോ കൺവേർട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവസാനം 12 വർഷം കഴിയുമ്പോൾ ഇത് ബോണ്ട് ആയിട്ട് തന്നെ റിഡീം ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് രണ്ടും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ, ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കൊടുക്കുന്ന FCB ആൻഡ് FCCB ഇവർ രണ്ടുപേരും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലക്സംബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ ലിസ്റ്റഡ് ആണ്. Then portfolio investment made by any single investor അല്ലെങ്കിൽ any group of investor cannot exceed 10% of equity of an Indian company. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സോ ഒരു ഇഷ്യൂ ചെയ്യുന്ന ഇന്ത്യൻ കമ്പനിയിൽ വാങ്ങിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊ ഒരു സിംഗിൾ ഇൻവെസ്റ്റർ ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റർ ആണെങ്കിലും ആ ഇന്ത്യൻ കമ്പനിയുടെ 10% ഇക്വിറ്റിയിൽ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ 10% കൂടുതൽ വന്നാൽ അതിനെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കില്ല, പകരം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നത് പോലെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ഇതാണ് നമുക്ക് ഫോറിൻ പോർട്ട്ഫോളിയോ ചെയ്യാനുള്ള രണ്ട് അനദർ മെത്തേഡ്സ് എന്ന് പറയാൻ പറ്റുന്നത്, ഫോറിൻ കറൻസി ബോണ്ട്സ് ആൻഡ് ഫോറിൻ കൺവേർട്ടബിൾ ബോണ്ട്സ്. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ഇനി ക്ലാസിഫിക്കേഷന്റെ ഭാഗമായിട്ടല്ലെങ്കിലും we are talking about another concept which is quite interesting by its name itself, that is masala bonds. Okay, let us see what are masala bonds. Masala bonds are bonds. പേരിൽ നമുക്ക് മനസ്സിലാക്കാം ഇതും ബോണ്ടുകൾ തന്നെയാണ്. These bonds issued outside India by Indian companies and they are denominated in Indian rupee. So these are issued to raise funds from foreign investors. പക്ഷെ ഇവിടെ the currency risk is borne by the investor. അതായത് കറൻസി ഫ്ലക്ച്വേഷനിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇൻവെസ്റ്റർ ആയിരിക്കും അത് ടേക്ക് ഓവർ ചെയ്യേണ്ടി വരുന്നത്. ഒരു ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ലണ്ടനിൽ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നു. ആ ബോണ്ടിന്റെ വാല്യൂ ഇന്ത്യയിലാണ്, ഇന്ത്യൻ റുപ്പിയിലാണെന്ന് വിചാരിക്കാം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അത് വാങ്ങുന്നു, കമ്പനിക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്, കമ്പനി പ്രിൻസിപ്പൾ റീപേ ചെയ്യുന്നതും ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും എല്ലാം ഇന്ത്യൻ റുപ്പിയിൽ തന്നെ ആയിരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നേരത്തെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, ഇന്ത്യൻ കമ്പനീസ് പുറത്തുള്ള കൺട്രീസിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യും, ഫോറിൻ കറൻസി ബോണ്ട് അല്ലെങ്കിൽ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ്. പക്ഷേ ദോസ് ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ഇൻ ഫോറിൻ കറൻസീസ്. അത് ഡിനോമിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പിയിൽ പറ്റില്ല, മറ്റ് പുറത്തുള്ള കൺട്രീസിലെ കറൻസിയിലായിരിക്കും അത് ഡിനോമിനേറ്റ് ചെയ്യുക. പക്ഷെ മസാല ബോണ്ടുകൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല.
ഇന്ത്യൻ കമ്പനി പുറത്തുള്ള കൺട്രീസിന് കൊടുക്കുന്ന ബോണ്ട് ആണെങ്കിലും ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ് അത് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സോ ഇവിടെ കമ്പനി, ഇന്ത്യൻ കമ്പനി ഈ മസാല ബോണ്ടുകൾ ഇറക്കുമ്പോൾ അവർക്ക് ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ് പൈസ കിട്ടുന്നത്. അവരിത് തിരിച്ച് റീപേ ചെയ്യുന്നതും പലിശ കൊടുക്കുന്നതും ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ്. HDFC ബാങ്ക് ആണ് ആദ്യമായിട്ട് 2016 ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ടു ഇഷ്യൂ മസാല ബോണ്ട്. അതായത് ഇന്ത്യൻ റുപ്പിയിൽ തന്നെ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബോണ്ട് ഇറക്കുന്നത് അവരാണ്. സോ ആ ബോണ്ടുകളെ വിളിക്കുന്ന പേരാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. സോ ആസ് എ സ്റ്റുഡന്റ് who learns about these foreign investments, you should know about masala bonds also. Okay, so this is all about the classification of foreign portfolio investments. Thank you for listening.